ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ യു കെയിലൊക്കെയുള്ള മലയാളീസിന് വളരെ പ്രിയപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം എഗ് പഫ്സൊക്കെ നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് സ്നാക്കാണല്ലേ. പക്ഷേ യു കെയിൽ അത്രത്തോളം അത് അവൈലബിൾ അല്ലല്ലോ. കിട്ടും എങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഇതുപോലെയുള്ള പഫ് പേസ്ട്രി ഷീറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആസ്റ്റയിലും മോർസണിലും ഒക്കെ ഉണ്ട്. ഞാനിത് മോർസണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് 1.75 പൗണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഷീറ്റ് വെച്ചിട്ട് നമുക്കൊരു 8 പഫ്സ് വരെ ഉണ്ടാക്കാം. സോ വളരെ സിമ്പിളാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാക്കറ്റിനുള്ളിൽ ബട്ടർ പേപ്പറിലായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് ഈ ഷീറ്റ് വരുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് റെസിപ്പി ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ ഉണ്ടാക്കിയത് വളരെ നന്നായിട്ട് തന്നെ വന്നിരുന്നു. പക്ഷേ വീഡിയോ നന്നായി എടുക്കാൻ പറ്റിയില്ല. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു അതിൽ സവോളയും തക്കാളിയും പിന്നെ ഇഞ്ചിയും കുറച്ചൊന്ന് സോട്ട് ചെയ്തെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജീരകം ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒരു തിക്ക് മിക്സാക്കി. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ നിവർത്തി അതിന് നമുക്ക് കട്ട് ചെയ്യണം. 8 പീസാക്കി കട്ട് ചെയ്തു. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് 10 മിനിറ്റ്സ് മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കണം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്. ഇനിയിപ്പോൾ സിമ്പിളാണ്, നമുക്കറിയാമല്ലോ എങ്ങനെയാണ് പഫ്സ് ഇരിക്കുന്നതെന്ന്. സോ അതിൻ്റെ അകത്ത് ആ ഫില്ലിംഗ് എല്ലാം ഒരുപോലെ വെച്ചു. അതിനാവശ്യമായ മുട്ട ബോയിൽ ചെയ്തെടുത്തു. അത് 2ആയിട്ട് കട്ട് ചെയ്ത് അതും ആ ഫില്ലിങ്ങിലേക്ക് വെച്ച് കൊടുത്തു. ഇനി അത് പഫ്സിൻ്റെ ഷേപ്പിൽ എന്താ ഇങ്ങനെ ക്രോസ് ഡയഗണലി അത് മടക്കി കൊടുത്തു. എല്ലാം അപ്പോൾ അതേ എല്ലാം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഈ മടക്കി വെച്ചിരിക്കുന്ന പഫ്സിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം റെഡിയായി. നമ്മുടെ ട്രെയിൽ അലൂമിനിയം ഫോയിൽ വെച്ച് അതിന് മുകളിൽ നമ്മുടെ പഫ്സ് വെച്ചു. ഇനി പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 210 ഡിഗ്രി ഒരു 15 മിനിറ്റ്സ് വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല നമ്മുടെ നാട്ടിൽ ബേക്കറിയിലൊക്കെ കിട്ടുന്നത് പോലെ സെയിം അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി പഫ്സ് ഉണ്ടാക്കിയെടുക്കാം. സോ എല്ലാവരും യു കെയിലൊക്കെയുള്ള മലയാളീസ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിലും ഇങ്ങനെ പഫ് ഷീറ്റ്സ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. സോ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് അറിയിക്കണം. സോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.